ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ വായിക്കാം. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമയെന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്രേ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴിയരികെയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. കർത്താവ് പറഞ്ഞ ഉപമയാണ്. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയിരി വീണു. ഈ വഴിയിൽ ആളുകൾ നടന്ന് തറഞ്ഞു പോയ വഴിയാണ്. അതുകൊണ്ട് വിത്ത് മണ്ണിലേക്ക് വീഴുന്നില്ല, മണ്ണടിയിലേക്ക് പോയില്ല. പറവകൾ വന്ന് കുത്തിക്കൊണ്ടുപോയി. ചിലത് പാറമേൽ വീണു. പാറമേൽ കുറച്ച് മണ്ണുണ്ട്, അല്പം ഒരു നേരിയ ഒരു ലെയർ മണ്ണുണ്ട്. വിത്ത് മുളച്ചു, ആദ്യം വളർന്നു, പക്ഷേ വേരോടാൻ പറ്റില്ല. പാറയല്ലേ, വിത്ത് അത് മുളച്ച് വളരാൻ പറ്റിയില്ല, ഫലം കഴിക്കാൻ പറ്റിയില്ല, കരിഞ്ഞുപോയി. ചിലത് മുള്ളിനിടയിൽ വീണു. വിത്ത് വിതയ്ക്കുന്നതിന് വിതച്ചുകൊണ്ട് പോവുകയാണ്, മുള്ളിനിടയിൽ വീണു. മുള്ളിനിടയിൽ വീണപ്പോൾ വിത്ത് മുളച്ചു, പക്ഷേ ആ വിത്ത് മുളച്ചു വരുന്ന വിത്തിനെ ആ മുള്ളി ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനി 60 മേനി 30 മേനി ആയിട്ട് വിളഞ്ഞു. ഇത് കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. ശിഷ്യന്മാർക്ക് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. അതിൽ മുള്ളിനിടയിൽ വീണ കാര്യം പറയുകയാണ്, കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭാവങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം ഇങ്ങനെ എടുക്കുന്നത്, ദ സീഡ് എമംഗ് ദ തോൺസ് റിപ്രസെൻറ്റ്സ് ദോസ് ഹു ലിസൺ ആൻഡ് ബിലീവ് ഗോഡ്സ് വേർഡ്സ് ബട്ട് ഹൂസ് ഫെയ്ത്ത് ആഫ്റ്റർവേർഡ്സ് ഈസ് ചോക്ക്ഡ് ഔട്ട് ബൈ വറി ആൻഡ് റിച്ചസ് ആൻഡ് ദി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്. കുറച്ച് വിശാലമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ വിശാലമായിട്ട് കാണുന്നു. ലീഗ് ബൈബിളിൽ എന്താ പറഞ്ഞത്? മുള്ളിനിടയിൽ വീണത് അത് ആഫ്റ്റർവേഴ്സ് ഈസ് ചോക്ക്ഡ് ഔട്ട്, അത് അങ്ങ് ഞെരിഞ്ഞു പോകുന്നു, അത് ശ്വാസം മുട്ടിപ്പോകുന്നു. മുള്ളിനിടയിൽ വീണു, മുളച്ചു, പക്ഷേ ഞെരുങ്ങിപ്പോകുന്നു. ദ ചോക്ക്ഡ് ഔട്ട് ബൈ വറി, ആകുല ചിന്തകൾ, ആൻഡ് റിച്ചസ്, ധനമോഹങ്ങൾ, ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്, ഈ ഭൗതിക ജീവിതത്തിലെ ചുമതലകൾ, ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ സുഖഭോഗങ്ങൾ, സന്തോഷങ്ങൾ. അങ്ങനെ മുള്ളിനിടയിൽ വീണത് അത് ഫലം കായ്ക്കുന്നില്ല. മുള്ള് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഇവിടെ കർത്താവ് വ്യാഖ്യാനിച്ച് തരികയാണ്, വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ച് തരികയാണ്. മുള്ളെന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഒന്ന് വറി. ഇന്ന് ഈ വറി എന്ന് പറയുന്ന, ചിന്താകുലം എന്ന് പറയുന്ന ആ ഒരു മുള്ള് അനേകം പേരെ കുഴക്കിക്കൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്താകുലം, നാളെ എന്ത്, നാളെ എങ്ങനെ, ഇക്കാര്യത്തിൽ പര്യവസാനം എന്ത്. അനേകം വറീസ് ആൻഡ് കെയേഴ്സ് ജീവിതത്തെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കടം തീർക്കാൻ മാർഗമില്ല, കടം വന്നുപോയി, എന്ത് ചെയ്യും, അതങ്ങ് വീർപ്പുമുട്ടിക്കുകയാണ്, മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്, ഒരു പോംവഴിയും കാണുന്നില്ല. എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ബുദ്ധിയിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കർത്താവേ, വിഷമിക്കുകയാണ്. ഞാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല, എനിക്കുള്ളതെല്ലാം വിറ്റാൽ ഈ കടം തീരുകയില്ല, വിഷമിക്കുകയാണ്. പണത്തിൻ്റെ ഞെരുക്കം, ആകുലങ്ങൾ, പണത്തിന് മാത്രമല്ല, രോഗത്തെക്കുറിച്ചുള്ള ആവലാതി, മക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആവലാതി, മക്കൾ കാര്യം പഠിക്കാനൊക്കെ അയച്ചു, പക്ഷേ പഠിക്കുന്നില്ല, അവർ ഉത്തരവാദിത്വബോധമില്ലാതെ ജീവിക്കുന്നു. വറി, ഓരോരോ കാര്യങ്ങൾ ഒന്നൊന്ന് ചിന്തിച്ച് നോക്കി അറിയാം. അനേകം വറീസ് ആൻഡ് കെയേഴ്സ്, വറീസ്, ആകുല ചിന്തകൾ, ഭാരചിന്തകൾ. ഇന്ന് അനേകം പേരെ
ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്താണ് ആകുലചിന്തകൾ. കർത്താവ് പറഞ്ഞു, മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. പലതിനെക്കുറിച്ച് മനസ്സ് കലങ്ങിയിരിക്കുകയാണ്, വിചാരപ്പെട്ടിരിക്കുന്നു. ആകുലചിന്തകൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞാൻ ആകുലചിന്തകൾ ധാരാളമുള്ളൊരു മനുഷ്യനായിരുന്നു. കുറച്ചെങ്കിലും അല്ല, നിങ്ങൾ പലർക്കും ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരുപടി ആവർത്തിക്കുന്നില്ല, പക്ഷേ ഒന്ന് പറയാം. ഒരു വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ട് അനാഥനായി പോയ ഒരു സാധു ബാലൻ അവിടെ മുതൽ വളർന്നു വന്നത് ഒരു അനാഥത്വത്തിൻ്റെ ആ വേദനയിലായിരുന്നു, യാതനയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ കരയാറുണ്ട്. എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കരയാറുണ്ട്. അമ്മയുടെ വിഷമം കണ്ടിട്ട് ഞാൻ കരയാറുണ്ട്. അമ്മയുടെ വേദന കണ്ട് ഞാൻ കരയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നു, കരച്ചിലിൻ്റെ ഒരു ജീവിതമായിരുന്നത്, കണ്ണുനീരിൻ്റെ ജീവിതമായിരുന്നു, യാതനയുടെ ജീവിതമായിരുന്നു. ഞാൻ വലഞ്ഞു പോയൊരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ആകുലഭാരങ്ങളിൽ തകർന്നു പോയൊരു മനുഷ്യനാണ്. അനേകം ചിന്താകുലങ്ങളിൽപ്പെട്ട് ഉലഞ്ഞു പോയ മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആലോചന ചോദിക്കാൻ ആരുമില്ല. ആലോചന ചോദിക്കാൻ ദൈവം കൃപ ചെയ്ത് എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എൻ്റെ എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് അത് ആരോട് ഷെയർ ചെയ്യും, ആരോട് പറയും? എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, എൻ്റെ വ്യക്തിപരമായ വേദനാ വിഷയങ്ങൾ ആരോട് പറയും? മനസ്സ് ഉഷ്ണിച്ചു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നെപ്പോലെ ഭാരപ്പെട്ടൊരു മനുഷ്യനുണ്ടോ സംശയം? ആകുലപ്പെട്ടൊരു മനുഷ്യനുണ്ടോ എന്ന് സംശയം? കർത്താവിന് സ്തോത്രം. എന്നും ഞാൻ കരഞ്ഞുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്, എന്നും കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. ദൈവവിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, 2 നേരം നമസ്കാരമുണ്ട്, എല്ലാം ചിട്ടപ്പെട്ട് തന്നെയാണ്. നോമ്പുകളെല്ലാം നോക്കും, വളരെ ചെടിങ്ങ് ബുധനും വെള്ളിയും കൂടെ നോക്കും, ബുധൻ വെള്ളി നോമ്പുകൾ നോക്കും. അത്ര ചിട്ടയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മരണ പെരുന്നാളെല്ലാം വളരെ നിഷ്ഠയായിട്ട് നടത്തിയിരുന്നു. എന്നാൽ ആകുലം മാറുന്നില്ല, ഭാരം മാറുന്നില്ല, ചിന്താകുലം മാറുന്നില്ല, ചിന്താക്കുഴപ്പം മാറുന്നില്ല. മനസ്സെന്നും കൺഫ്യൂസ്ഡായിരുന്നു, മനസ്സെന്നും അങ്ങ് ചിന്താകുലപ്പെട്ടിരിക്കുകയായിരുന്നു, അങ്ങ് വലഞ്ഞിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ചിന്താകുലങ്ങളെല്ലാം മാറി, പെട്ടെന്ന് മാറി. ഒരു ദിവസം കൊണ്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ അങ്ങ് നീറിപ്പോകുന്ന ഹൃദയം ശാന്തി അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് ഹൃദയം തിരിഞ്ഞപ്പോൾ, മനസ്സ് തിരിഞ്ഞപ്പോൾ, വചനം കേട്ട് മനസ്സ് തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിരുന്നത്. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സൗഭാഗ്യകാലമായിരുന്നത്. യേശുക്രിസ്തു എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് സമാധാനമായി, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. എനിക്ക് അപ്പനുണ്ട് എന്ന ഓർമ്മ വന്നു. അപ്പനുണ്ട്. ഞാൻ അപ്പനില്ലാത്ത മോനല്ല. എനിക്ക് അപ്പനുണ്ട്. എൻ്റെ അപ്പൻ സ്വർഗത്തിലാണ്. എൻ്റെ ഓരോ സെക്കൻഡും അപ്പൻ അറിയുന്നു. എൻ്റെ ഓരോ നിമിഷവും ഈ അപ്പൻ കാണുന്നു. എന്നെ സ്നേഹിക്കുന്നൊരപ്പൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതോടുകൂടി സമാധാനമായി, സന്തോഷമായി. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആകുലങ്ങൾ മാറാൻ തുടങ്ങി. ആകുലങ്ങൾ ഇല്ലഞ്ഞിട്ടല്ല, വിഷയങ്ങൾ പിന്നെ ആകുലങ്ങളൊക്കെ ഉണ്ട്, വിഷയങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. പക്ഷേ ആകുലങ്ങൾ മാറാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ വേദപുസ്തകം വായിച്ചു പോയപ്പോൾ കണ്ടത്. എന്നും വായിക്കാറുണ്ട്. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന്. അത് എൻ്റെ കണ്ണിലുടക്കി ആ വാക്യം. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. പഠിക്കണം, ഉയരണം, ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ചാൻസസ് ഇല്ല, പഠിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിത്തം നിർത്തിപ്പോയി. പിന്നെ പഠിക്കാനുള്ള സാധ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് ഇത് നല്ല ആഗ്രഹമാണല്ലോ, എനിക്ക് പഠിക്കണമെന്നുള്ളത്. അത് തെറ്റില്ലല്ലോ, തെറ്റില്ലാത്ത ആഗ്രഹമുള്ളൂ, എങ്ങനെ സാധിക്കും? അപ്പോൾ എനിക്ക് മനസ്സിലായി, സാധിക്കില്ല. പഠിത്തം തീർന്നു, എൻ്റെ ഭാവി തീർന്നു. എൻ്റെ ഭാവി ഒരു സാധു കർഷകനായിട്ട് അങ്ങനെ ജീവിച്ച് പോവുക, ഇതേ ഉള്ളൂ. അങ്ങനെ തീരുമാനമായി. പക്ഷേ എങ്കിൽ ഈ ആഗ്രഹം, കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നു. അവൻ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സങ്കീർത്തനം 37:3 യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിക്കുക, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ നിർവഹിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്യം പറയും, കാണാതെ പറയും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിക്കുക.
യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ പരിവേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം കയ്യിൽ കിട്ടി, പക്ഷേ ആ വചനം നിറവേറാൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് മനസ്സിലായി, ഒന്നേ ഉള്ളൂ, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണം. പാവം വരാൻ പാടില്ല, തെറ്റൊന്നും വരാൻ പാടില്ല. ഭാഗ്യവശാൽ 17-ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതുകൊണ്ട് ജീവിതം വഴിതെറ്റിപ്പോയില്ല. വേണമെങ്കിൽ പോകാമായിരുന്നു, വഴിതെറ്റിപ്പോയില്ല. ചീത്ത കൂട്ടുകാരുണ്ടായില്ല, ചീത്ത ബന്ധങ്ങളുണ്ടായില്ല, ചീത്ത ആലോചനകളുണ്ടായില്ല, ചീത്ത ഉപദേശങ്ങൾ കിട്ടില്ല. എല്ലാം വളരെ ശാന്തമായിട്ട് ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, നിൻ്റെ വചനമാണല്ലോ, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്നുള്ളതിൻ്റെ വചനമാണല്ലോ. സാധ്യതയില്ലാത്തതാണ്, ഒരു സാധ്യതയുമില്ല, പക്ഷേ ഒരു ആഗ്രഹമുണ്ട്. കർത്താവേ, ഈ ആഗ്രഹം സാധിപ്പിച്ചു തരണം. സാധ്യതയില്ല, ഞാൻ ചിന്തിച്ചാൽ സാധ്യതയില്ല, ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ യേശുവേ, നിൻ്റെ വചനം പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്ന്. ഞാൻ ആ വചനം മുറുകെ പിടിക്കുന്നു, ആ വചനം ഞാൻ മുറുകെ പിടിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിൽ 37 സങ്കീർത്തനത്തിൽ കരം വെച്ചിട്ട് പറയണം, കർത്താവേ, ഞാൻ ഈ വചനം മുറുകെ പിടിക്കുകയാണ്. ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ പറഞ്ഞല്ലോ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരാമെന്ന്. എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, നീ എനിക്ക് സാധിപ്പിച്ചു തരണം. ദൈവം, നീ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെന്ന് എനിക്കറിയാം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ആഗ്രഹങ്ങൾ തരുമ്പോൾ ഞാൻ വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു സാധ്യതയുമില്ലാതെ ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങി. പഠിത്തം മുമ്പോട്ട് പോയി. അത്ഭുതങ്ങളുടെ അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ പറയട്ടെ, നന്ദിയോടെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നു. ആഗ്രഹങ്ങളെല്ലാം, ഞാൻ ആഗ്രഹിക്കാത്തതും കൂടി സാധിപ്പിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലാകണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, ആഗ്രഹിച്ചതല്ല. കാരണം കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ്. കോലഞ്ചേരി കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ സമരമുള്ള കോളേജ് എന്നാണ് പേര്. എന്നും വഴക്കും പിണക്കവും, പിള്ളേർ കമ്പിവടി കൊണ്ടടിക്കുക, പട്ടിക കഷ്ണം കൊണ്ടടിക്കുക, ഇങ്ങനെ അത്ര ബഹളം പിടിച്ചത് ഞാൻ മുകളിൽ നിലയിൽ നിന്നുകൊണ്ട് കാണാറുണ്ട്. ഒരു പ്രിൻസിപ്പലാകുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വലിയൊരു അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 1975 ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ ഞാൻ ഭൂമിയിൽ കണ്ടിട്ടുള്ളതിലേക്ക് വിശുദ്ധനായ ദൈവപുരുഷൻ പപ്പ കോളേജിൽ വന്ന് എൻ്റെ കസേരയിലിരുന്നു. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, 75-ലാണ്, ആത്മാവ് പറഞ്ഞു, നിനക്ക് നേരെ എതിരെയുള്ള മുറിയിൽ പോയി ഇരിക്കണ്ടേ എന്ന്. നേരെ എതിരെയുള്ള മുറി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽസ് റൂമാണ്. ഞാൻ കേട്ടു. ഞാൻ അതിൽ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ ആഗ്രഹമില്ല അതിന് പ്രിൻസിപ്പലാകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. 1975 തന്ന വാഗ്ദത്തം 95 മാനേജ്മെൻ്റ് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യണം, നീ അടുത്ത ഏപ്രിൽ 1-ാം തീയതി പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുക്കണം. അന്നേരം ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചിലരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞു. ദൈവമക്കൾ പലരും ഉണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കോളേജിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വിളിച്ചിരിക്കുകയാണ്, ഞാൻ പ്രിൻസിപ്പലാകാൻ ചാർജ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ വിളിച്ച് സെക്രട്ടറി വിളിച്ച് അറിയിച്ചു, ഞാൻ ചാർജ് എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ ആഗ്രഹിച്ചില്ല, ആഗ്രഹിക്കാത്തതുകൂടി കർത്താവ് എനിക്ക് തന്നു. സ്തോത്രം. ഇന്ന് ഞാൻ ഇത് പറഞ്ഞതെന്നാണെന്നറിയാമോ? ഇവിടെ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില ആഗ്രഹങ്ങളുണ്ട്. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ പ്രേരിപ്പിക്കുക. കമ്മിറ്റ് ദൈ വേ അണ്ട് ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. കമ്മിറ്റ് ദൈ വേ, നിൻ്റെ വഴി ദൈവത്തിന് കമ്മിറ്റ് ചെയ്ത് കൊടുക്കുക. കമ്മിറ്റ് ദൈ വേ അണ്ട് ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദീ. നിൻ്റെ വഴി യഹോവയെ പരിവേൽപ്പിക്കുക. എന്തെല്ലാം അസാധ്യം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ, നല്ല ആഗ്രഹങ്ങളൊക്കെയും കർത്താവ് നിവർത്തിച്ചു തരും. വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നല്ല നല്ല ആഗ്രഹങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നല്ല ആഗ്രഹങ്ങൾ, ശുഭകരമായ ആഗ്രഹങ്ങൾ. തെറ്റായ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്, അശുദ്ധമായ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. ശുദ്ധമായ ആഗ്രഹങ്ങൾ നിങ്ങൾ ദൈവത്തിലേക്ക് കാണാം. ദൈവത്തിൻ്റെ കരം വന്ന് നിങ്ങളെ തലോടുന്നതും നിങ്ങളെ പിടിച്ച് ഉയർത്തുന്നതും നിങ്ങളെ ഉദ്ധരിച്ച് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുന്ന നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ശരി ദൈവമേ, നീ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരുമല്ലോ. എനിക്ക് കിട്ടിയ ഈ ഭാഗ്യാനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളും പ്രാർത്ഥിക്കാനാണ്, നിങ്ങളും ആഗ്രഹിക്കാനാണ്. നല്ല ആഗ്രഹങ്ങൾ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം.
എത്ര ഭയാനകമായ കടബാധ്യതയാണെങ്കിലും ശരി, നിങ്ങൾ പറയണം, കർത്താവേ ഇത്രയും വലിയ കടം വന്ന് കയറിയല്ലോ. ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധക്കുറവുണ്ടായിരിക്കാം, എൻ്റെ സൂക്ഷ്മതക്കുറവുണ്ടായിരിക്കാം, ഞാൻ ആലോചനയില്ലാതെ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും എനിക്ക് കടം വന്ന് കൂടിപ്പോയല്ലോ കർത്താവ്, എന്താ ചെയ്യുക? പൈസയ്ക്ക് വേറെ വരുമാനമില്ലല്ലോ, വേറെ മാർഗ്ഗമില്ലല്ലോ. ഇനി ഉള്ളതെല്ലാം വിറ്റ് കളഞ്ഞാലും കടം തീരുകയില്ല. എന്താ കർത്താവ്, എന്താ വേണ്ടത്? ഞാൻ എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിച്ചതല്ലേ, ഞാൻ നിൻ്റെ ദാസനല്ലേ, ഞാൻ നിൻ്റെ മകളല്ലേ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തന്നതല്ലേ കർത്താവേ. നീ മനസ്സറിഞ്ഞ് നിൻ്റെ ഈ ദാസനോട്, നിൻ്റെ ഈ മകനോട്, നിൻ്റെ ഈ മകളോട് നീ മനസ്സറിഞ്ഞ് എൻ്റെ ആ കടത്തിന്മേൽ നിൻ്റെ കരമൊന്ന് വയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാണാം കർത്താവ് തൊടുന്നത്, കർത്താവ് അത്ഭുതമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന ദൈവമാണ്. നിങ്ങൾ മരത്തെയും കല്ലിനെയും എന്നല്ല സേവിക്കുന്നത്, വിഗ്രഹങ്ങളെയല്ല നിങ്ങൾ സേവിക്കുന്നത്. നിങ്ങൾ സേവിക്കുന്ന ജീവനുള്ള ക്രിസ്തുവിനെയാണ്. ജീവനുള്ള ക്രിസ്തു, അവനാണ് നിങ്ങളുടെ എരിത്തോന്ന് നിന്നോട് പറയുന്നത്. മോനെ, നിൻ്റെ ആഗ്രഹങ്ങൾ പറയുക, ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു. നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാമെന്ന് പറയുന്നു. മോളെ, നിൻ്റെ ഹൃദയത്തിലെ വിഷാദം ഞാൻ മാറ്റി തരാമെന്ന് പറയുന്നു. നിൻ്റെ ജീവിതത്തിലെ ആകുലങ്ങൾ, മുള്ളുകളെല്ലാം ഞാൻ നീക്കി തരാമെന്ന് പറയുന്നു. ജീവിതത്തിലുള്ളതായ പ്രയാസങ്ങളെല്ലാം ഞാൻ നീക്കി തരാമെന്ന് പറയുന്നു. ഏതെല്ലാം കാര്യങ്ങൾ നീ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിനെല്ലാം ഞാൻ പരിഹാരം തരാമെന്നാണ് യേശു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനെ ഏറ്റുവാങ്ങുക. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. അതാ, നീ എന്നെ വിട്ട് കടന്നു പോകല്ലേ, എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വാഴണമേ, ഈ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു അരികത്തേക്ക് വരികയും നിങ്ങൾക്ക് അത്ഭുതകരമായ ശാന്തിയും സമാധാനവും തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും. ജീവിതത്തിൽ ഇന്ന് അനേകം ആകുലങ്ങൾ, വറീസ്, അനേകം ആകുലങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. പല കാര്യങ്ങളിൽ നിൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. അനേകം കാര്യങ്ങൾ നിന്നെ അലട്ടുന്ന, അനേകം പ്രശ്നങ്ങൾ. വേദാനിയിലെ ചെറുഭവനത്തിൽ ആ വീട് അത് ആലോചിച്ച് നോക്കിയാൽ നല്ല ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ ഏറെ നാളായി ആരും കയറി വരില്ലായിരുന്നു. ആ വീട്ടിൽ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും അപ്പൻ കുഷ്ഠരോഗിയായിരുന്നു. ശീമോൻ കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയുടെ വീട്, ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ടൊരു ഭവനം, ആരും തിരിഞ്ഞു നോക്കാത്ത ഭവനം, ഒരു ദയനീയത മാത്രം മുറ്റി നിൽക്കുന്നൊരു ഭവനം, സങ്കടകരമായ അനുഭവത്തിൽ കഴിയുന്നൊരു ഭവനം. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് യേശുവിനെ കൈക്കൊണ്ടു, യേശുവിനെ സ്വീകരിച്ചു, യേശുവിനെ അവരെതിരേറ്റു. യേശു ആ ഭവനത്തിലേക്ക് വന്നു. പക്ഷേ വന്ന ഉടനെ കർത്താവ് മാർത്തയോട് പറയുകയാണ്, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. സ്തോത്രം. ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരുകളോട് ഉപകരിക്കുകയില്ല. മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്നു, വചനം കേൾക്കുന്നു, കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ ജോലികൾ ചെയ്ത് നോക്കിയില്ല എന്നല്ല, മാർത്തയാണ് ജോലി നോക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. മാർത്ത ജോലി കാര്യങ്ങളെല്ലാം നോക്കി, കാര്യം ശരി, കർത്താവിനും ശിഷ്യന്മാർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കുന്നു, ശരി, അതൊക്കെ നടക്കട്ടെ. പക്ഷേ മറിയ കാണിച്ചു തന്നത് ഈ ജോലികളിൽ നിന്ന് ഒഴിവാകുകയല്ല, മറിയയുടെ ഹൃദയത്തിലുള്ള ആകുലങ്ങളെല്ലാം അവൾ മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാഗത്തിലിരുന്നു, വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കൊണ്ടിരുന്നു. ഈ ആകുലങ്ങളോടുകൂടി വചനം കേട്ടാൽ നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടുകയില്ല. മനസ്സിലെ ഭാരങ്ങളോട് നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുകയില്ല. എന്നാൽ മനസ്സിലെ ഭാരങ്ങളും ആകുലങ്ങളും ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളും എല്ലാം മാറ്റിയിട്ട് എൻ്റെ യേശുവിൻ്റെ ഭാഗത്ത് ഞാനിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ കാൽക്കൽ ഞാനിരിക്കുന്നു, മേലിൽ ഞാൻ പാപം ചെയ്യില്ലെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ വകയായിരിക്കുന്നു, ഇനിമേൽ ഞാൻ പുതിയ ജീവിതം നയിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ സ്വന്തമായിരിക്കുന്നു, യേശുവിൻ്റെ സ്വന്തമായി ഞാൻ തീർന്നിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ഭാഗത്തിലിരിക്കുമ്പോൾ അപ്പോൾ ആകുലങ്ങളും ആ ഭാരങ്ങളും ചിന്താക്കുഴപ്പങ്ങളും എല്ലാം മാറിപ്പോകും, എല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സമാധാനത്തോട് പറയട്ടെ, ഈ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ ആശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവർക്ക് മാത്രമല്ല, ദൂരെ ദൂരെ ഇരിക്കുന്ന കേൾക്കുന്നവർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ആകുലങ്ങളില്ലാത്ത, ചിന്താകുലങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷ നേരം നിങ്ങൾ ഹൃദയം തുറന്നിട്ട് കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആകുലങ്ങൾ മാറുന്ന ദിവസമാകട്ടെ,
നിങ്ങൾ പറയണം, കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ആകുലഭാരങ്ങൾ നീ മാറ്റിയെടുക്കുന്ന ദിവസമായി തീരട്ടെ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഈ ചിന്താകുലങ്ങളെല്ലാം മാറ്റി എന്നെ ഒന്ന് വെടിപ്പാക്കുന്ന ദിവസമായി തീരട്ടെ. എൻ്റെ ഹൃദയത്തിൽ നിറയെ ചിന്തകൾ, പലതരം ചിന്തകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴും ചിന്തകൾ, പ്രാർത്ഥിക്കുമ്പോഴും ചിന്തകൾ, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴും ചിന്തകൾ, എന്തെല്ലാം ചിന്തകളാണ് തെരുതിരെ പൊങ്ങി വരുന്നു. കർത്താവേ, ഇന്ന് എന്നെ ഏകാഗ്രതയുള്ള ഹൃദയമുള്ള ഒരാളാക്കി മാറ്റണമേ. യേശുവിൻ്റെ ഹൃദയത്തിൽ വാഴണമേ. നിങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റുമോ? യേശുവിന് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട, ഇന്ന് മറ്റൊന്നും ഓർക്കണ്ട. എൻ്റെ ചിന്താഭാരങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഇതാ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു. ഈ ഭാരമുള്ള ചുമട് എല്ലാം യേശുവിൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ചുമടുകളും, ഇതുവരെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ എല്ലാം, എന്തെല്ലാം പാപങ്ങൾ, എന്തെല്ലാം അശുദ്ധികൾ, എന്തെല്ലാം വൃത്തികേടുകൾ, പുറത്തു പറയാനോ ചിന്തിക്കാനോ പോലും വയ്യാത്ത അനേകം കാര്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം, എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പാപത്തിൻ്റെ ഈ വൻ കെട്ടുകളെല്ലാം ആ കുരിശിൻ ചുവട്ടിലേക്ക് താഴ്ത്തി വയ്ക്കാം. എന്തെല്ലാം കർത്താവേ, ഇത്രയും കാലം കൊണ്ട് എന്തെല്ലാം ഞാൻ പാപം ചെയ്തു പോയി, ഏതെല്ലാം തരത്തിൽ ഞാൻ വീണുപോയി. ദൈവമേ, പിശാച് അവകാശം പറയുന്നു കർത്താവേ, ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ വീണുപോയത്. ഞാൻ ഇതെല്ലാം ഇപ്പോൾ നിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാം കൊണ്ടുവരുന്നു. എനിക്ക് കർത്താവേ ഒരു കാര്യം മാത്രം മതി. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലവേദനയിലൊന്ന് വെച്ചാൽ മാത്രം മതി. വേറൊന്നും വേണ്ട എനിക്ക്. ആ തിരക്തം പുരണ്ട കരം, ആ പരിശുദ്ധ രക്തം പുരണ്ട കരം, കർത്താവേ, ഇന്നും സജീവമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആ തിരക്തം എൻ്റെ തലമേൽ തൊടുവാൻ തക്കവണ്ണം കർത്താവേ, നിൻ്റെ തൃക്കരൻ്റെ മേൽ നിന്ന് വെക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കൂ. പ്രിയപ്പെട്ടവരെ, കാണാം നിങ്ങളുടെ ആകുലങ്ങൾ പറന്നു പോകുന്നത്, നിങ്ങളുടെ ഭാരങ്ങൾ മാറുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. സകല ചിന്താകുലവും യേശുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പോരാ, കർത്താവ് പിന്നെ പറയുന്നു, നിൻ്റെ ഭാരം യഹോവയിൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. മനെ, നീ കുലുങ്ങിയിരിക്കുന്നു, നീ ചഞ്ചലപ്പെട്ടിരിക്കുന്നു, നീ വേച്ചു പോകുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ദൈവത്തിങ്കിലേക്ക് എല്ലാം വെച്ചുകൊള്ളുക. എല്ലാ ചുവടും കൊണ്ട് നോക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീതിമാനായിരിക്കണം. നിൻ്റെ ജീവിതത്തിൽ പാവം വരരുത്, അശുദ്ധി വരരുത്, തിന്മ വരരുത്, അഴുക്കായതൊന്നും വരരുത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. തീർത്ത് ഉയർന്നു വരുന്നതായ പ്രശ്നങ്ങൾ വരും, ജീവിതത്തിൽ ഭാരങ്ങൾ വരും, ആകുലങ്ങൾ വരും. എല്ലാം അപ്പോഴപ്പോൾ യേശുവിൻ്റെ ഭാഗത്തെങ്കിലേക്ക് നിങ്ങൾ കൊണ്ടുവയ്ക്കൂ. യേശു നിങ്ങളെ തൊടും. യേശു ആ ഭാരങ്ങൾ ഏറ്റെടുക്കും. യേശു നിങ്ങളുടെ പാവങ്ങളെല്ലാം കഴുകിത്തരും. എല്ലാ കറകളും കഴുകിത്തരും. ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾക്ക് തരും. നിങ്ങൾ ഭാഗ്യശാലികളായി മാറും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. വേദപുസ്തകം പിന്നെയും പറയുന്നു, നമ്മുടെ രക്ഷയാകും ദൈവവുമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞ വാക്യം 62 സങ്കീർത്തനത്തിൽ, ആദ്യം പറഞ്ഞ വാക്യം 55 സങ്കീർത്തനത്തിൽ. ദൈവത്തിന് സ്തോത്രം. ആദ്യം അതിനു മുമ്പ് പറഞ്ഞത് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങൾ സകല ചിന്താകുലവും അവന് നേരിട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:7. വീണ്ടും സങ്കീർത്തനം 55-ാം സങ്കീർത്തനം 22-ാം വാക്യം. നിൻ്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. 62-ാം സങ്കീർത്തനത്തിൽ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഉദ്ധാരണങ്ങളുടെ ദൈവം, എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ കൊള്ളുവീൻ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ മുള്ളിടയിൽ കിടന്ന് ഞെരിയണ്ട ഇനിയും, മുള്ളിടയിൽ കിടന്ന് നീ അലയണ്ട ഇനിയും, മുള്ളിടയിൽ കിടന്ന് നീ വേദനിക്കേണ്ട ഇനിയും. ഇനി നിനക്ക് നിൻ്റെ ആകുല ചിന്തകളെല്ലാം മാറിക്കിട്ടുന്ന സൗഭാഗ്യം നിനക്ക് ലഭിക്കും. ദൈവത്തിലെ നീ വിശ്വസിക്കൂ, യേശുവിനെ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കൂ. വചനത്തിൽ കൂടി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കൂ. പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുക. കർത്താവിൻ്റെ വാക്ക് പറയുക. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇന്ന് എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തുറന്നു തരുന്നു. യേശുവേ, നീ എൻ്റെ ആകുലഭാരങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിലെ ചിന്താകുലങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവേ, എൻ്റെ ഭാരക്കെട്ടുകളെല്ലാം നീ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് എനിക്ക് ഈ ചുമലിൽ നിന്ന് ഭാരം മാറി സന്തോഷത്തോടെ, സമൃദ്ധിയോടെ, സ്വാതന്ത്ര്യത്തോടെ നിന്നെ സ്തുതിപ്പാൻ കർമ്മ തരണമേ. യേശുവിൻ്റെ വാക്ക് പറയും. യേശുവേ, ഇന്നു മുതൽ എൻ്റെ നാഥ, ഇന്നു മുതൽ ചിന്താഭാരമില്ലാത്തവനായി
ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്നു മുതൽ ആകുല ചിന്തകളില്ലാത്തവളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥ, എൻ്റെ ഭാരങ്ങളെല്ലാം നീ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്നു. നാഥ, ഇന്ന് എൻ്റെ ജീവിതം ഞാൻ നിനക്ക് കൈമാറുകയാണ്. കർത്താവെ, ഇത്രയും കാലം ഞാൻ എൻ്റെ സ്വന്തമായി പിടിച്ചിരുന്ന ഈ നിസ്സാര ജീവിതം ഇപ്പോൾ നല്ലവനായ യേശുവിൻ്റെ, രക്ഷകനായ യേശുവിൻ്റെ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ തരുന്നു. ആ തിരുരക്തമരുടെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെ കഴുകണമേ, എന്നെ ഉടുപ്പാക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതം കർത്താവിന് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾ പറയുക, ഉറക്കെ പറയണമെന്നില്ല. ഞാനും എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ യേശുവിൻ്റേത്. ഹല്ലേലൂയ. ഞാനും എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ യേശുവിൻ്റേത്. ഹല്ലേലൂയ. ഞാനും എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ യേശുവിൻ്റേത്. ഹല്ലേലൂയ. ആ തീരുമാനത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആകുലങ്ങൾ, ഭാരങ്ങളെല്ലാം, ഞങ്ങളുടെ മുള്ളുകളെല്ലാം ഏറ്റെടുക്കാൻ അവിടുന്ന് കടന്നു വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, അവിടുന്ന് ക്രൂശിൽ മുള്ളുകളേറ്റ് പിടഞ്ഞല്ലോ, തലയിൽ ശിരസിൽ മുള്ളുടി വെച്ച് വലഞ്ഞല്ലോ, വേദനിച്ച് പൊളഞ്ഞല്ലോ. ഞങ്ങളുടെ മുള്ളു മാറ്റുവാൻ ശിരസിൽ മുള്ളുടിയേറ്റവനെ ഇന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നിങ്ങൾ യാചിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, ആകുലങ്ങൾ മാറ്റി കൊടുക്കണമേ, ഭാരങ്ങൾ അകറ്റി കൊടുക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണം. ഇവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.